PDF ആണോ? Yes, miss. മാം ക്ലിയർ ചെയ്യട്ടെ? Good afternoon all. Good afternoon. ഈരനാണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ ഈറനാണിഞ്ഞ മിഴികളോടെ കാരുണ്യമെങ്കിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്നയെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായി സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ. Thank you all. Okay. Thought of today. Thought of the day അല്ല മാം, സൈനിങ് ആണ്. Signing ആണ്. Ma'am. The greatest gifts we can give our children are the roots of responsibility and the wings of independence. ഞങ്ങളുടെ കുട്ടികൾക്ക് നാം നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനങ്ങൾ ഉത്തരവാദിത്തത്തിന്റെ വേരുകളും സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളുമാണ്. സൈൻ ബൈ ജിഷാന. Okay. Okay. Good afternoon to all. Good afternoon. Ma'am. എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിരുന്നോ? ഇല്ല മാം. ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അല്ലേ? എന്റെ കഴിഞ്ഞ ക്ലാസ്സിലത് ഭയങ്കര മൂഡ് ഔട്ടാണ്. ഇന്നും മൂഡ് ഔട്ടാണ്. ഈ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് വരണേന്ന് മാം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ.
ഈ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ട് വരണേന്ന് മാം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സൈനായിട്ട് ആയിട്ട് ഇറങ്ങുമ്പോ. നല്ല ആക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ്. ആക്റ്റീവാണ്. പക്ഷെ എന്തോ ഒരു നമുക്ക് കണ്ണിട്ടിരുന്ന മോനെ എനിക്ക് 5-ന്. എന്താണ് ഫെബ്രുവരി ആയിട്ട് പുതിയ വിശേഷം? ഈ വർഷത്തിലെ 2ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ജനുവരി? പറ. ജനുവരി എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി തന്നെയാണ്. ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിട്ട് കഴിഞ്ഞു. ജനുവരി ഫുള്ള് ഞാൻ ട്രെയിനിങ് ആയിരുന്നു. സമാധാനം ഉണ്ടായിരുന്നോ? ആ സ്കൂളിൽ പോകുന്നതിന് ശേഷം ഭയങ്കര വിഷമാ. കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. നല്ലൊരു സ്റ്റാർട്ടിങ്ങിലെ നല്ലൊരു വർഷം. ഇവിടെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. ഇവിടുത്തെ ഉമ്മ ഇതുവരെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങി ടൂറ് പോകുക അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ 2025 ഇപ്പൊ ഞങ്ങള് പുറത്തേക്കൊക്കെ കൊണ്ടുപോയി. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പൊന്നാനി പോയിട്ട് ബോട്ടിലൊക്കെ പോയായിരുന്നു. അപ്പൊ ഉമ്മന്റെ ലൈഫിൽ ആദ്യമായിട്ട് അത്ര ബോട്ടിൽ കയറുന്നത് ഉമ്മിന്റെ ഹസ്ബൻഡും. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം ഞങ്ങള് മര്യാദകൾ ഉപ്പാനെ മക്കളെ കൊണ്ട് ഉപ്പാനെ ഫോഴ്സ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ ഉമ്മാനെ കടല് കാണിക്കാൻ കൊണ്ടുപോകാനും ബോട്ടിലൊക്കെ കയറ്റാൻ പറ്റി. അതാണ് നല്ലൊരു ഫെബ്രുവരി 1 ഫെബ്രുവരി 2 അപ്പൊ നല്ല ഹാപ്പിയാണ് ഫെബ്രുവരി മാസം. സന്തോഷം. ഈ വർഷം കൂടെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ? അതെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഇനി. കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയോ? അവനെ പോയി മാം. ഇനി ഒരു 4 മണി വരെ അല്ലെങ്കിൽ 3:30 വരെ ഒരു ശൂന്യതയാണല്ലേ? വീട്ടിലെ ഒച്ചയാണെങ്കിൽ ഉണ്ടാവില്ല. സൈലന്റ് ആണ്, ഫുൾ സൈലന്റ് ആണ്. പിന്നെ ഒരു 4-4:30 ശേഷം പിന്നെ ഒരു ബഹളം. പിന്നെ പിറ്റേ ദിവസം ഒരു 9 മണി വരെയും ബഹളമായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് നന്നായിട്ട് പാട്ട് പാടുന്നത്? എല്ലാരും പാടോ? ആരും പാടില്ല. റിഷാന ഷെഹനൊക്കെ പാടും. പാട്ട് പഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഷഹാന പഠിച്ചിട്ടുണ്ടോ? ഷഹനയാണോ ഷഹാനയാണോ? ഷെഹന കേറിയിട്ടുണ്ടോ ക്ലാസ്സിൽ? സ്നേഹ പാടും. ഓക്കെ. ഫർസാന എല്ലാരും അറിയാലോ. ഫർസാനയ്ക്ക് അവര് ഗ്രൂപ്പിൽ ഇങ്ങനെ പാടാറുണ്ട്. ഞാൻ മൂഡ് ഓഫ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇങ്ങനെ ക്ലാസ് കയറിയതിനും ഇങ്ങനെ ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് കുറച്ചൊരു ഇതായത്. കുറച്ച് ഫ്രണ്ട്സോടൊക്കെ കിട്ടി. ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അവനെ ഇതപ്പോ മാർച്ച് വന്നാലാണ് 1 വർഷം ആവുള്ളൂ. 1 വർഷം. അപ്പൊ മെയിൻ ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് കുറച്ചൊരു മെയിൻല് ഓക്കെ ഫ്രണ്ട്സുകളൊക്കെ ഒപ്പം കൂടി. ഭയങ്കര സ്നേഹമുള്ള കുട്ടികളല്ലേ നമ്മുടെ MT5 അല്ലേ? ഫർസാന എല്ലാവരും ഗ്രൂപ്പിൽ ഇങ്ങനെ കേറുമ്പോ അവരുണ്ട്, ഞാനുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. വിഷമിക്കണ്ട, മുന്നോട്ട് പോവാം. അത്രേ ഉള്ളൂ അല്ലേ? ഞങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. മുന്നോട്ട് പോണം കേട്ടോ. പിന്നോട്ട് പോകാനില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോവാം. വിഷമം ഇങ്ങോട്ട് സാരില്ല. അതുകൊണ്ട് അവരൊക്കെ എന്തോ അത് നമ്മൾ വിഷമം ഉണ്ടായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ചെയ്യാതെ നമുക്ക് നിവർത്തിയില്ല അല്ലേ? അപ്പൊ നമ്മൾ മുന്നോട്ട് പോവാം. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? 2 മക്കളും ഉമ്മയും. 2 മക്കളുണ്ട്. എന്ത് ചെയ്യണം?
ഒരാൾ 9ാം ക്ലാസ്സില്, ഒരാൾ 4ാം ക്ലാസ്സില്. ആൺകുട്ടികളുണ്ടോ? 2 ആൺകുട്ടിയാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ നോക്കുക. അവരുടെ ഒപ്പം എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവില്ല കേട്ടോ അവസാന. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഗ്രൂപ്പിൽ ഇങ്ങനെ കയറുമ്പോ അവരിടയ്ക്കിടെ ഇങ്ങനെ പാട്ടൊക്കെ പാടാറുണ്ട്. ഓക്കെ. കുട്ടികൾ നന്നായിട്ട് പഠിച്ചോ? എങ്ങനെയാണ്? പഠിക്കുന്ന കൂട്ടത്തിലാണോ? പഠിക്കുകയും ചെയ്യും. ട്യൂഷനുണ്ടോ? ട്യൂഷന് വരുന്നുണ്ടോ? ഇനി അടുത്ത 10ാം ക്ലാസ് അല്ലേ, അപ്പൊ ട്യൂഷന്റെ ഒന്നും ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നല്ല ഫുൾ മാർക്ക് തന്നെയാണ് മൂത്ത ആൾക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി SLC അല്ലേ, അപ്പൊ ഒന്നും കൂടി പഠിത്തം വേണ്ട. അപ്പൊ ഇനി ട്യൂഷനും ചേർത്തണം. നല്ല ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം കേട്ടോ കുട്ടികളെ. കേട്ടോ? ഇപ്പൊ സർക്കാരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് 2 പേർക്ക് സ്നേഹം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ? കുട്ടികൾക്ക് അങ്ങനെ കിട്ടണം അല്ലെ? അച്ഛൻ്റെ അമ്മയുടെ ഒരു സ്നേഹം ഇപ്പൊ ഫസാദിൽ നിന്നായിരിക്കണം കിട്ടേണ്ടവർക്ക്. അതങ്ങ് കൊടുക്കുക. അത് ഇഷ്ടം പോലെ ഫസാദിന്റെ കയ്യിലുണ്ടല്ലോ അല്ലെ? അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം. കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അവര് കൂടെ ഉണ്ടാവുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എന്ത് വിഷമം ഉണ്ടെങ്കിലും പറയാം, സംസാരിക്കാം. ഓക്കെ. പറയുമ്പത്തിന് സങ്കടം വരും. അതാണ് ഗ്രൂപ്പിൽ അങ്ങനെ ഒന്നും സാരില്ല. ഭക്ഷണം കഴിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കണ്ട്. ഭക്ഷണം കഴിക്കണം. നമ്മുടെ കൂടെ 2 പേരുണ്ട്. അവരാലോചിച്ചിട്ട് അതൊക്കെ കഴിക്കണം കേട്ടോ. അവരൊക്കെയായോ കുട്ടികള്? അവര് കൊഴപ്പൊന്നുമില്ല. ഇന്ന് ഇടയ്ക്കിടെ ഓരോ കാര്യങ്ങൾ വരുമ്പോ ഭയങ്കര സങ്കടം. സാരില്ല കേട്ടോ. പ്രാർത്ഥിക്കാം നമുക്ക്. മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം, ആ ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടാകണം എന്നുള്ളൊരു പ്രാർത്ഥന ഞങ്ങളുടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും കൂടെ കഴിഞ്ഞാലും 10 വർഷമായിട്ട് സൗദിയിലായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ടാണ് നാട്ടിലുണ്ടായിരുന്നത്. അപ്പൊ 2 മാസത്തെ ഒരു ഇതേന് വീട്ടില് ലീവിന് വരുമ്പോ ഇത് അവർക്ക് കിട്ടണുള്ളൂ. പിന്നെ ഇങ്ങനെ വിളിക്കുമ്പോ അയ്യമ്മൂല് വിളിക്കുമ്പോ കാണുന്നൊരു ഇതല്ലേ ഉള്ളൂ. അപ്പൊ അത്ര വീട്ടിൽ നിക്കാത്ത കാരണം കൊണ്ട് ഒരു അത്ര തന്നെ ഒരു ഇത് തോന്നൂല. ഓക്കെ. യെസ്. ഓക്കെ. ശരി കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. വിഷമമൊക്കെ ഉണ്ടെങ്കിലേ. നമ്മളെ എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് എടുത്തോണ്ടിരുന്നത് അല്ലേ? സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി നോക്കാം. ഇതൊക്കെ ട്രെയിനിങ് ഒക്കെ ഇവിടം വരെ കഴിഞ്ഞോ? കുറെ ആൾക്കാരുടെ ഒക്കെ കഴിഞ്ഞു. ഇനി എന്താ പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ട് പോവാ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ. ആദ്യം പോയവരൊക്കെ ഇപ്പൊ എന്തോ ഒരു നിരാശ. കാരണം ഞങ്ങൾക്ക് കൂടുതൽ സംഭവങ്ങളൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പഠിപ്പിക്കാമായിരുന്നു. ഇപ്പൊ തന്നെ ഞങ്ങൾ ഇപ്പോഴാണ് ടവർ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങണത്. അപ്പൊ അത് കുറച്ചും കൂടെ ചെറിയൊരു സർപ്രൈസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസ് ആണ് കേട്ടോ. അത് എത്രത്തോളം കൺഫേംഡ് ആണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞങ്ങൾ പറയാം വരും ദിവസങ്ങൾ. നിങ്ങളുടെ ഏകദേശം ക്ലാസ് ഒക്കെ കഴിയാറായില്ലേ? ഏതാണ്ടൊക്കെ തിയറി ക്ലാസ് കഴിയാറായി. ഇനി പ്രാക്ടിക്കൽ സെക്ഷൻ ഉള്ളു. അപ്പൊ മിക്കവാറും നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടായിരിക്കും. അത് പറഞ്ഞിരുന്നു വിശാന സർ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രാക്ടിക്കൽ സെക്ഷൻ എവിടെയാണ്? എറണാകുളത്ത്. അവിടെ ഓഫീസിൽ വരണ്ട? അവിടെ വരണ്ടേ? ഇവിടെ വരണം. അപ്പൊ എല്ലാവരും കാണാം കേട്ടോ. ഫസ്റ്റ് ബാച്ച് ഇട്ടിരിക്കുന്ന ഫസ്റ്റ് ബാച്ച് വന്നതിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. ഫസ്റ്റ് ബാച്ചിന്റെ കണ്ടല്ലേ? അത് നിങ്ങൾക്ക് ഉണ്ടാവായിരിക്കും. ഉണ്ടാവണം മിക്കവാറും. നമുക്ക് വരണം. അത് സ്റ്റാറ്റസ് ഒക്കെ കണ്ടപ്പോ ഞങ്ങൾക്കും അതുപോലെ ഞങ്ങൾ അതേ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് അങ്ങനെയുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഒരുപാട് ദൂരല്ലേ. പലരും ഓരോരുത്തരും ഓരോ ദിക്കിലാ കിടക്കണത്. അപ്പൊ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പക്ഷെ നമുക്ക് നോക്കാം അല്ലെ? വരാൻ പറ്റുന്നവരല്ല മാക്സിമം എല്ലാവരും വരേണ്ടി വരും. മാം 1 ഡേ ഉള്ളോ? എന്തോ 1 ഡേ ആണോ? ഒരു ദിവസത്തേക്കേ ഉള്ളോ? ഒരു ദിവസമായിരിക്കും. വൈബയും അല്ലെങ്കിൽ പ്രാക്ടിക്കലൊക്കെ ഒരുമിച്ചായിരിക്കും. എങ്ങനെയാണെന്ന് അറിയില്ല. ആ ഒരു അവസരം ഉണ്ട് കാണാനായിട്ട് പരസ്പരം എല്ലാവർക്കും.
പറ്റുന്നവര് മാക്സിമം ട്രൈ ചെയ്യോ. വരാൻ പറ്റുമോ ഓർത്തിട്ട് ടെൻഷനൊന്നും ആരും അടിക്കൊന്നും വേണ്ട കേട്ടോ. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് റെഡിയാക്കാം. എങ്ങനെയൊക്കെ വരാൻ പറ്റും. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്ന് പറയും കേട്ടോ. ഓക്കെ മിസ്. ഫസ്റ്റ് അവർ വന്ന് ഭയങ്കര സന്തോഷമായി. അവർ ഇത്ര നാളായി കൂട്ടുകാരെ കാണാതിരുന്നത്, ഓൺലൈനിൽ മാത്രമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് കാണാൻ പറ്റിയ അവസരം അവിടെ എല്ലാവരും വന്നു. എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവരും ദൂരെ തന്നെയായിരുന്നു. എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്തു. കണ്ടിരുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോ കണ്ടായിരുന്നു. വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു അതിനെ കുറിച്ചിട്ട്. നമുക്കും പോവായിരുന്നു, പക്ഷെ പലരും ദൂരെയൊക്കെ അല്ലേ, അതുകൊണ്ട് അവിടെ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇവിടെ എത്തിപ്പെടാൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെടാനായിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളൊരു ആ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മളെ അങ്ങോട്ട് വിടണ്ടേ? ഇത് ഓൺലൈൻ ക്ലാസ് മാത്രം സമ്മതിച്ച കുറെ ടീംസ് ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നും പുറത്തേക്ക് പോകാൻ വിടൂലല്ലോ. എനിക്കൊക്കെ വരാൻ പറ്റില്ല മിസ്സേ. ഞാനിവിടെ എനിക്ക് വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടെ ഇടുക്കിയാണ് ഞങ്ങള്. പിന്നെ ഇപ്പൊ ഫർസാന പറഞ്ഞ പോലെ തന്നെയാണ് എന്റെയും ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് ആ ഒരു ടെൻഷനിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത് തന്നെ. ശരിക്കും ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്തതാ. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. എന്റെയും മക്കള് അല്ല, സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്കിപ്പൊ ശരിക്കും വേറെ ആരോട് സംസാരിക്കാൻ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുവരാനൊരാൾ വേണമല്ലോ. എന്റെയും മക്കള് ചെറുതാണ്, പഠിച്ചുകൊണ്ടിരിക്കണേയാണ് രണ്ടുപേരും. പിന്നെ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഒന്നിനും വേണ്ടിയിട്ട് പോയിട്ടില്ല. എല്ലാം ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും ദൂരേക്കൊക്കെ വരിക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ പോന്നാലും ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് വണ്ടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വേണമല്ലോ. ഇപ്പൊ എന്തെങ്കിലും കാണിച്ച് മക്കളെ കൂട്ടിയിട്ട് വരാന്ന് വിചാരിച്ചാലും രാവിലെ അങ്ങോട്ടേക്ക് കുഴപ്പമില്ല. ഈ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പരിഹാരം ചെയ്യാം, നോക്കാം കേട്ടോ. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. എന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ ഓക്കെ. Scope of education psychology നോക്കാം. As we saw above, the subject matter of education psychology revolves around the 5 key factors of the education process. Education process എന്താണ്? ഒരു 5 key factorന്റെ അടിസ്ഥാനത്തിലാണ് ഒരു education process വർക്ക് ചെയ്യുന്നത് അല്ലേ? 5 ഫാക്ടർ ഉണ്ട് പ്രധാനമായിട്ടും. ഏതൊക്കെയാണ് 5 ഫാക്ടർ എന്ന് പറയുന്നത്? അത് തന്നെയാണ് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? The learner, the teacher, the learning process, the learning experience, the learning environment. ഇതാണ് 5 key factors എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രോസസ്സിലെ. ആ ഒരു ചിട്ടക്കൂടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഘടകങ്ങളാണത്. ഓക്കെ, അപ്പൊ ഇവിടെ the learner എന്ന് പറഞ്ഞാൽ ആരാണ്? The learner സ്റ്റുഡൻസ് ആണ് അല്ലേ? ഓക്കെ, യെസ്, the learner. അപ്പൊ the learner, ഒരു കുട്ടിയെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്തറിയണം എന്നാണ് നമ്മൾ പഠിച്ചത്? എന്താ പഠിച്ചത്? ഒരു കുട്ടിയെ അല്ലെ, ഒരു ചൈൽഡ് എങ്ങനെയാണ്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെ പഠിക്കണം, അവന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ആദ്യം ആ കുട്ടിയെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ആദ്യം തന്നെ എന്താണ്? അധ്യാപിക കുട്ടിയെ അറിയണം. ലേണർ എന്താണ്, ഒരു ചൈൽഡ് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ടീച്ചർ. ആരാണ് ടീച്ചർ? ആരാണ് ടീച്ചർ? അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്? ഏതൊക്കെ പഠന പ്രക്രിയയിലൂടെ കുട്ടിയെ പഠിപ്പിക്കണം, ഏതൊക്കെ മെത്തേഡ്സുകൾ അവിടെ ഉപയോഗിക്കണം അല്ലെ, എന്തൊക്കെ സ്കിൽസ് അവിടെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള ക്ലാസ് ആക്ടിവിറ്റീസുകൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തണം, എങ്ങനെയുള്ള ഒരു
സ്കില്ലായിരിക്കണം. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു മൊത്തം കാര്യങ്ങൾ ആരുടെ കയ്യിലാണുള്ളത്? ടീച്ചറിന്റെ കയ്യിലാണ് അല്ലെ. ടീച്ചറാണ് ഒരു ഫെസിലിറ്റേറ്റർ അല്ലെ. കുട്ടികളെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ രൂപപ്പെട്ടു വരുന്നതിനും പഠന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ടീച്ചറാണ്, അധ്യാപികയാണ്. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? ദ ലേണിംഗ് പ്രോസസ്. ദ ലേണിംഗ് പ്രോസസ് എന്താണ്? പഠന പ്രക്രിയ. എങ്ങനെയുള്ള ഒരു പഠന പ്രക്രിയ ആയിരിക്കണം? സിസ്റ്റമാറ്റിക് വേയിലായിരിക്കും ഒരു പഠന പ്രക്രിയ നടക്കുന്നത് അല്ലെ. നേരത്തെ പഠിച്ച മെത്തേഡ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ടീച്ചേഴ്സ് പഠന പ്രക്രിയ തയ്യാറാക്കുന്നത് അല്ലെ. അവർ പഠിച്ച എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ അവർ പഠിച്ച മെത്തേഡ്സുകള്, പല രീതികള്, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും എന്താ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് അധ്യാപിക കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ ലേണിംഗ് എക്സ്പീരിയൻസ്. എങ്ങനെയുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കണം? ലേണിംഗ് എക്സ്പീരിയൻസ് ഇനി ഒരു പോയിന്റ് വിട്ടുപോയി. ലേണിംഗ് പ്രോസസ്സിലാണ് കുട്ടികളുടെ ബിഹേവിയർ രൂപപ്പെടുന്നത്. അതായത് അവരുടെ എന്താണ് സ്റ്റഡി ഹാബിറ്റ്സുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ന്യൂ നോളജസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. അവർക്ക് ഏത് രീതിയിലുള്ള പഠന പ്രക്രിയയിൽ ഉൾപ്പെടുത്തണം, ഏത് രീതിയിലുള്ള ന്യൂ നോളേജ് പ്രൊവൈഡ് ചെയ്യണം, അതൊക്കെ നടക്കുന്നത് ഏത് സെക്ഷനിലാണ്? ലേണിംഗ് പ്രോസസ്സിലാണ് അല്ലെ. ഒരു പഠന പ്രക്രിയയിലാണ് എത്രത്തോളം നോളജ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ ആ ഒരു പ്രക്രിയ നടക്കുന്നത്. യെസ്. ഇനി ലേണിംഗ് എക്സ്പീരിയൻസ് ഏത് തരത്തിലായിരിക്കും ഒരു കുട്ടിക്ക് പഠനാനുഭവം ഉണ്ടായിരിക്കേണ്ടത്? എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം? എന്താണ് അതിൽ ഏറ്റവും പറയേണ്ടത്? എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ? ഏത് രീതിയിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കണം പറയൂ? ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. പിന്നെ അവരുടെ കഴിവുകളൊക്കെ എന്താ പറയാ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ളത്, കൂടുതൽ ആക്ടിവിറ്റി ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ അത്തരത്തിലുള്ളത്. യെസ്, അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നത്, അവരുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്താ ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം ഫെസിലിറ്റീസ് വളരെ നന്നായിരിക്കണം അല്ലെ. ക്ലാസ് റൂം നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്? നല്ല അവരുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്ന പോലെയുള്ള. യെസ്, വെരി ഗുഡ്. അതായത് അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഏറ്റവും ബെറ്റർ ആക്കണമെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്? അവർക്ക് ന്യൂ നോളജ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പുത്തൻ അറിവുകളായിരിക്കണം അവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. അത് തന്നെയായിരിക്കും അവർക്ക് ഏറ്റവും നല്ലൊരു പഠനാനുഭവം എന്ന് പറയുന്നത്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെ അതിലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും അവർക്ക് അല്ലെ. ഒരു ഡിബേറ്റ് ചെയ്യുമ്പോൾ അവർ അവരുടേതായ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നു അല്ലെ. ഡിബേറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തിനാണ്? അവർക്ക് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ പോയിന്റ്സുകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ വിലയിരുത്തപ്പെടാം എന്നതിനാണ് നമ്മൾ ഡിബേറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കഷൻ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികൾ അവരുടേതായ പോയിന്റ്സുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവർ ഡിബേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം പോലെ ആയിരിക്കും അല്ലെ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സെക്ഷൻ ആണ് എന്ത് ഡിബേറ്റ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി കഴിയുന്നതോട് കൂടിയ കുട്ടിക്ക് എന്ത് മനസ്സിലാവും? ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരുപാട് ഒരാളുടെ പോയിന്റ് ആയിരിക്കില്ല, ഒരു 6 പേരുണ്ടെങ്കിൽ 6 പേരുടെ പോയിന്റ്സുകൾ കൂട്ടിച്ചേർത്തിട്ട് ആ പോയിന്റ്സുകളെ പറ്റി കുട്ടിക്ക് അറിയാൻ സാധിക്കും അല്ലെ. അതെന്താണ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് കുഞ്ഞിനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഒരു നല്ലൊരു പഠനാനുഭവമാണ് അല്ലെ. നല്ല ആക്ടിവിറ്റിയാണ് ടീച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾ അഭിനയിക്കാനുള്ള ഒരു കഴിവ് ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ റോൾ പ്ലേ ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അവൻ വളരെയധികം ബെറ്റർ ആയിട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് അവനിലുള്ള ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കഴിവ് പുറത്തു വരികയാണ്. ഓക്കെ, അതാണ് ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ
എന്താണ് ക്ലാസ് റൂമിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് മാത്രമല്ല അധ്യാപിക പകർന്നു കൊടുക്കുന്ന കുറെ അറിവുകളും എന്താണ് അവർക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി ദ ലേണിംഗ് എൻവിയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ദ ലേണിംഗ് എൻവിയോൺമെന്റ് പഠന പരിസ്ഥിതി എങ്ങനെയായിരിക്കണം? കാമായിരിക്കണം. ചിൽഡ്രൻസ് കംഫർട്ടബിൾ ആയ കേട്ടില്ല. കംഫർട്ടബിൾ ആയ കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു ലേണിംഗ് പരിസ്ഥിതി ആയിരിക്കണം അല്ലെ? ഓക്കെ, അതായത് നല്ല ക്ലാസ് റൂം ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം, ആവശ്യത്തിലധികം റിസോഴ്സസ് ഉണ്ടായിരിക്കണം അല്ലെ? കുട്ടികൾക്ക് പഠിക്കാനുള്ള റിസോഴ്സസ് മെറ്റീരിയൽസുകൾ അവൈലബിൾ ആയിരിക്കണം. കാമാൻകോയിട്ടായിട്ടുള്ള അന്തരീക്ഷമായിരിക്കണം. ഫ്രീഡം ടു ചോയ്സ് അല്ലെ? അവർക്ക് തന്നെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ക്ലാസ് മുറിയിലെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അധ്യാപികയും കുട്ടികളും തമ്മിൽ എങ്ങനെയായിരിക്കണം? നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അല്ലെ? ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അവിടെ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. ഓക്കെ, എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അധ്യാപികർ ഭയങ്കര ദേഷ്യം, കുട്ടികളോടുള്ള ഒരു ദേഷ്യത്തിലാണ് ക്ലാസ് എടുക്കുന്നതില്ല, ക്ലാസ് നോക്കുന്നെങ്കിൽ എന്താണ് കുട്ടികൾക്ക് ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കാനായിട്ട് പോലും തോന്നുന്നുണ്ടാവില്ല അല്ലെ? അപ്പൊ ഒരു മോശമായ ഒരു അനുഭവം ആയിരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ നിന്ന് പഠിക്കാൻ പോലും കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ അധ്യാപിക വളരെയധികം കെയർ ചെയ്യുന്ന, സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ കുട്ടികളെ, തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ അറിയുന്ന അധ്യാപികയാണെങ്കിൽ എന്താണ് ആ കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെന്റ്, ആ ഒരു ചുറ്റുപാട് എങ്ങനെയായിരിക്കും? വളരെ കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ 5 കീ ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ? അത് തന്നെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ദ ലേണർ, ദ ടീച്ചർ, ദ ലേണിംഗ് എക്സ്പ്രസസ്, ദ ലേണിംഗ് എക്സ്പീരിയൻസ്, ദ ലേണിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കീ ഫാക്ടർ ഏതൊക്കെയാണെന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പോ ചിലപ്പോൾ ടീച്ചർ മാത്രമായിരിക്കും തരുന്നത്, ബാക്കിയുള്ളത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ കാണാറില്ലേ ക്വസ്റ്റ്യൻസ്? അതുപോലെ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ചോദിക്കില്ല. ഓക്കെ, നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി നോക്കാം. എന്താണ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാല്? പരിമിതികൾ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിനും പരിമിതികളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. Energetic and powerful nature of human behavior set a number of limitations to the application of psychology to solve educational problems. These limitations are limitation due to nature of education psychology, limitation due to nature of human behavior, limitation due to individual differences, limitation due to limited scope of experiments on human being, then limitation due to the gap between theory and practice. Okay. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഹ്യൂമൻ ബിഹേവിയറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, മനുഷ്യന്റെ ആ ഒരു പെരുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? ഒരുപാട് പരിമിതികൾ ഉള്ളവരാണ് ആര്? മനുഷ്യരെന്ന്. ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? എല്ലാ കാര്യങ്ങൾക്കും എന്തായിരിക്കും? മിക്ക കാര്യങ്ങൾക്കും കുറച്ച് ലിമിറ്റേഷൻസ് വെച്ചിട്ടായിരിക്കും ഹ്യൂമൻ ബിഹേവിയർ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? എല്ലാവരും എല്ലാ കാര്യത്തിലും ഓക്കെയാണോ നമ്മള് കുട്ടികളാണ്? ഹ്യൂമൻ ബിഹേവിയർ എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ മാത്രമാണോ കാണിക്കുന്നത്? അല്ല അല്ലെ? നെഗറ്റീവ് നേച്ചറും ഉണ്ട്, അതിൽ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്, പരിമിതികൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് കുറച്ച് പരിമിതികൾ ഉണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാഭ്യാസ മനഃശാസ്ത്ര പ്രയോഗത്തിന് എന്താണ്
കുറച്ച് പരിമിതികളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് നോക്കാം. ഇത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? എന്താണ് ആദ്യത്തേത്? ലിമിറ്റേഷൻ ഡ്യൂ ടു നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എന്താണ് ലിമിറ്റേഷൻ ഡ്യൂ ടു നേച്ചർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാല്? വായിച്ചു നോക്കിയത്. ലിമിറ്റേഷൻ ഡ്യൂ ടു നേച്ചർ ഓഫ് സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നേച്ചറിനെ, അതിന്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു സ്ട്രക്ചറിന് എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആണോ? പരിമിതികളുണ്ടോ നേച്ചറിന്? സിസ്റ്റമാറ്റിക് നേച്ചർ. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ സ്വഭാവം മൂലമുള്ള പരിമിതികൾ അതിൽ ഉൾപ്പെടുന്നു. നിങ്ങൾ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് മാത്രം പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് എക്സ്പ്ലനേഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അതിന്റെ എന്താണ് ലിമിറ്റേഷൻ ഡ്യൂ ടു നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ സ്വഭാവം മൂലമുള്ള പരിമിതികൾ. ഓക്കെ, അപ്പൊ അതിന്റെ നേച്ചറിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് ലിമിറ്റേഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. പിന്നെന്താണ് പറയുന്നത്? എവിടെയാണ് പരിമിതികൾ ഉള്ളത്? മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ സ്വഭാവം മൂലമുള്ള പരിമിതികളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉൾപ്പെടുന്ന ലിമിറ്റേഷൻസ് ആണ് മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ സ്വഭാവം മൂലമുള്ള പരിമിതികൾ. അടുത്തത് എന്താണ്? ലിമിറ്റേഷൻ ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എന്താണ് ലിമിറ്റേഷൻ ഡ്യൂ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? വ്യക്തിപരമായ വ്യത്യാസങ്ങൾ, പരിമിതികൾ, വ്യക്തി വ്യത്യാസങ്ങൾ മൂലമുള്ള പരിമിതികൾ. ഓക്കെ, വ്യക്തി വ്യത്യാസങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോരുത്തരുടെയും ഒരു ഹ്യൂമൻ ബിയർ, അതുകൊണ്ട് തന്നെയാണ് ഇന്നും എല്ലാവരും പരിമിതികൾ ഉണ്ടെന്ന് പറയുന്നത്. ഓരോരുത്തരും വ്യത്യസ്തരാണ്, എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്, എല്ലാവരിലും വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. അത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് വ്യക്തി വ്യത്യാസം കാരണമുള്ള ലിമിറ്റേഷൻസ്, വ്യക്തി വ്യത്യാസം കാരണമുള്ള പരിമിതികൾ. പിന്നെന്താണ്? limitations due to limited scope of experiment on human beings. Limitation due to limited scope of experiments on human beings. എന്താണ് experiments എന്ന് ഇവിടെ പറയുന്നത്? limited scope of experiments എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മിക്കവാറും മനുഷ്യ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്, അല്ലെ? ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. അപ്പൊ എന്താണ്, അത്ര പരീക്ഷണങ്ങൾ നടത്തുന്നതിന് കുറച്ച് എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ട്. അതങ്ങനെ പൂർണ്ണമായിട്ടൊന്നും പരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് മനുഷ്യനെ കുറിച്ചിട്ടുള്ള പരീക്ഷണങ്ങളുടെ പരിമിതമായിട്ട് എന്താണ് അതൊരു വ്യാപ്തി ഉണ്ട്. അതങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. കാരണം എന്താണ്, ഹ്യൂമൻ ബിഹേവിയറിലെ ചേഞ്ചസ് വരാം, അല്ലെ? മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് എന്ത് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ അവര് എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്ത് എന്താണ് അവിടെ കുറച്ച് പരിമിതികൾ ഉൾപ്പെടുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. എന്താണ് അവിടെ പറയുന്നത്? മനുഷ്യനെ കുറിച്ചുള്ള പരീക്ഷണങ്ങളുടെ പരിമിതമായ വ്യാപ്തി കാരണം കൊണ്ടുള്ള പരിമിതികളാണ് എന്ത് ലിമിറ്റേഷൻ ഡ്യൂ ടു ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബീയിങ്. ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ ഹ്യൂമൻ ബീയിങ്സിലും എന്താണ് നമുക്ക് ഒരുപാട് എക്സ്പീരിമെന്റ്സുകൾ ചെയ്യാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതല്ല, പ്രത്യേകിച്ചൊരു എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ. ദെൻ ലാസ്റ്റ് ലിമിറ്റേഷൻ ആണ് എന്ത്? ലിമിറ്റേഷൻ ഡ്യൂ ടു ദി ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. ലിമിറ്റേഷൻ ഡ്യൂ ടു ദി ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. എന്താണ്? സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള പരിമിതികൾ. എന്താണ് സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള പരിമിതികൾ എന്ന് പറയുന്നത്? അതായത് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയില് അതായത് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, അതായത് തിയറീസ് ഉണ്ട്, അല്ലെ? ഒരുപാട് തിയറീസ് വരുന്നുണ്ട്, തിയറീസും പ്രാക്ടീസും വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ എന്താണ് സത്യമാകണമെന്നില്ല, അല്ലെ? എല്ലാനും സത്യമാകണമെന്നില്ല. എല്ലാ തിയറീസും
റിയൽ ആവണമെന്നില്ല. അത് ഡിപ്പെൻഡ് ഓൺ എന്താണ് ചെയ്യുന്ന റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ആ ചെയ്യുന്ന പ്രോസസ് അനുസരിച്ചിട്ടായിരിക്കും അതിന് ആ ഒരു റിസൾട്ട് ഉണ്ടാവുന്നത്. അത് സത്യമാവണമെന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു പരിമിതിയായിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കാണുന്നത്. അതായത് എല്ലാ സിദ്ധാന്തങ്ങളൊന്നും സത്യമല്ല എന്നാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ നമുക്ക് അതിന്റെ പരിമിതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ അങ്ങനെ തന്നെ ബൈഹാർട്ടാക്കി വെക്കണം കേട്ടോ. ലിമിറ്റേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഈ വരുന്ന 5 പോയിന്റ്സ് ഉണ്ട്. 5 പോയിന്റ്സ് കാണാതെ പഠിക്കണം, എക്സാമിന് ചോദിക്കും. ഓക്കെ, what are the limitations? Which of the following is the limitation of education psychology എന്നായിരിക്കും ചോദിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പം ഇത് ഏതെങ്കിലും 5 പോയിന്റ്സ് കാണാൻ പറ്റും. ഏതെങ്കിലും 5 പോയിന്റ്സ് ബൈഹാർട്ടായി പഠിക്കണം. ഓക്കെ ഓക്കെ യെസ് മാം. ഞാൻ പറഞ്ഞില്ല, ഇത് ഇച്ചിരി ട്രൈ ഏരിയയാണ്, പറഞ്ഞെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് കേട്ടോ. റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ പ്രാധാന്യം എന്താണ് റെലവൻസ്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻ അത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. A systematic knowledge of education psychology will be useful for the teacher in the following ways. ഒരു അധ്യാപകനെ എത്രത്തോളമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നത്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് അത് നൽകുന്നത്, എന്തൊക്കെ പ്രാധാന്യമാണ് ഒരു അധ്യാപികയ്ക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് ഉണ്ടാകുന്നത്, അതാണ് ഇതിൽ നോക്കുന്നത്. മനസ്സിലായോ? ഒരു അധ്യാപികയ്ക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, നോക്കേ, ആദ്യത്തെ പോയിന്റ് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. ഒരു അധ്യാപികയായിട്ട് നിങ്ങൾ ഇത് കാണാം കേട്ടോ. ഒരു അധ്യാപികയായിട്ട് ആ പോയിന്റ്സുകൾ നോക്കാം, അപ്പൊ മനസ്സിലാവും. ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ എന്താണ്? പഠിതാവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലേ? ദ ചൈൽഡ്, കുട്ടിയെ, ദ ലേണറിനെ മനസ്സിലാക്കാനായിട്ട് അധ്യാപികയ്ക്ക് സാധിക്കുന്നു. എന്തിലൂടെ? വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ. ഓക്കെ ഓക്കെ ആണ് മാം. നിങ്ങൾക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്ന സമയത്താണ് കുട്ടി എന്താണ്, കുട്ടിയെ കുറിച്ചുള്ള കുട്ടിയുടെ പെരുമാറ്റം എങ്ങനെയാണ്, എല്ലാ ചൈൽഡ് സൈക്കോളജി ഒക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കുട്ടിയെ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതാണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ടു ക്യാച്ച് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. പിന്നെ അധ്യാപികക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. കുട്ടികള് പരസ്പരം അല്ലെ, എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. അവരിൽ എന്തുണ്ട്? ഓരോരുത്തരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണെന്ന് അധ്യാപികയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ടു ക്യാച്ച് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. കുട്ടികളിലെ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് അധ്യാപികയ്ക്ക് മനസ്സിലാക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. ഓക്കെ ഓക്കെ, സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് പ്രോസസ്. അധ്യാപികയ്ക്ക് പിന്നെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പഠന പ്രക്രിയ എങ്ങനെയാണെന്ന് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ അധ്യാപികയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് പ്രോസസ്. ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കണം, ഏത് രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കണം, ഏത് വേ ഓഫ് സ്റ്റൈൽ ടീച്ചിങ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ പഠിക്കുന്നത് ഏതിൽ നിന്നാണ്? എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെയാണ്. അപ്പൊ എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് പ്രോസസ്. അധ്യാപികക്ക് പഠന പ്രക്രിയ എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അടുത്തത് ടു അണ്ടർസ്റ്റാൻഡ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്.
അത് ആദ്യം പറഞ്ഞ പ്രോസസ് ആയിട്ട് ആദ്യത്തെ പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അണ്ടർസ്റ്റാൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഏത് തരത്തിലുള്ള മെത്തേഡ്സുകൾ നമ്മൾ ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെ എഫക്റ്റീവ് ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് അധ്യാപികയ്ക്ക് മനസ്സിലാക്കും. അപ്പൊ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നത് വ്യക്തമായിട്ട് അധ്യാപകർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ലെക്ചർ മെത്തേഡ് ഉപയോഗിക്കേണ്ട സമയത്ത് ലെക്ചർ മെത്തേഡിൽ ഉപയോഗിക്കാം, ആക്ടിവിറ്റി മെത്തേഡ് കൊടുക്കേണ്ട സമയത്ത് ആക്ടിവിറ്റി കൊടുക്കാം. അങ്ങനെ ഏതാണ് മെത്തേഡ് അവിടെ സ്വീകരിക്കേണ്ടതെന്നുള്ളത് അധ്യാപകർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഓക്കെ. ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് സ്വഭാവ രൂപീകരണം. ഓരോ വികസന സവിശേഷതകൾ മനസ്സിലാക്കാനായിട്ട് അധ്യാപകർക്ക് സാധിക്കുന്നു. വികസന സവിശേഷതകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതായത് കുട്ടികളിൽ ഉണ്ടാവുന്ന ഓരോ ഡെവലപ്മെന്റ്സ്, അവരുടെ നോളജിൽ ഉണ്ടാവുന്ന ബിഹേവിയറിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ അത്തരം സവിശേഷതകൾ, അത്തരം ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനായിട്ട് അധ്യാപികയ്ക്ക് സാധിക്കുന്നു. വികസന സവിശേഷതകൾ മനസ്സിലാക്കാൻ അധ്യാപികയ്ക്ക് സാധിക്കുന്നു. Okay. Then to enable teachers for curriculum development. To enable teachers for curriculum development. എന്താണ്? അധ്യാപികയെ പാഠ്യപദ്ധതികൾ വികസിപ്പിക്കുന്നത്. കരിക്കുലം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാഠ്യപദ്ധതികൾ അല്ലെ. ആ പാഠ്യപദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ അധ്യാപികയെ സഹായിക്കുന്നു. പാഠ്യപദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ അധ്യാപികരെ പ്രാപ്തരാക്കുന്നു. To enable teachers for curriculum development. അല്ലെ, ഒരു പാഠ്യപദ്ധതി എങ്ങനെ തയ്യാറാക്കണം, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവിടെ ഉൾപ്പെടുത്തണം, എങ്ങനെ കുട്ടികളെ വിലയിരുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാഠ്യപദ്ധതികൾ തയ്യാറാക്കാനായിട്ട് അധ്യാപികയെ എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. ഓക്കെ. ഇവിടെ പറഞ്ഞ പോയിന്റ്സുകൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞേ. enable teachers for curriculum development. എന്താണ് പറഞ്ഞത്? പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്നതിൽ അധ്യാപകയെ എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. യെസ്. ഓക്കെ. അടുത്തത് to render guidance services. To render guidance services. എന്താണ്? മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് അധ്യാപികയെ സഹായിക്കുന്നു അല്ലെ. ഗൈഡൻസ്, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നതിന് അധ്യാപികയെ സഹായിക്കുന്നു. To render guidance services. മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് അധ്യാപികയെ സഹായിക്കുന്നു. Then to give guidance for the education of extraordinary children. To give guidance for the education of extraordinary children. എന്താണ് extraordinary children എന്നോട് ഉദ്ദേശിക്കുന്നത്? ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആണ് മിസ്. എക്സ്ട്രാ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എങ്ങനെയുള്ള കുട്ടികളാണ്? അതിബുദ്ധിയുള്ള പിള്ളേർ. അതിബുദ്ധിയാണോ? സാധാരണ കുട്ടികളല്ല, കൂടുതൽ ആക്റ്റീവ് ആയിട്ട്. എക്സ്ട്രാ ഓർഡിനറി ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ. അല്ലെ, ഭയങ്കര എല്ലാ കാര്യങ്ങളിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് ഗൈഡൻസ് കൊടുക്കാനായിട്ട് അധ്യാപികയ്ക്ക്, അതായത് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കേണ്ട കുട്ടികളുണ്ടാവും അല്ലെ. ക്രിയേറ്റീവ് ആയിട്ട് വളരെ ബുദ്ധിശാലികളായ കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തോട് മാത്രമല്ല ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ എന്താണ് പ്രത്യേക രീതിയിൽ ഗൈഡൻസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം കൊടുക്കാനായിട്ട് അധ്യാപകയ്ക്ക് സാധിക്കും. ഓക്കെ. അടുത്ത പോയിന്റ് എന്താണ്? To understand group dynamic and social behavior in classroom. അതൊന്നും കൂടി പറയാമോ? പോയിന്റ് ക്ലിയർ ആയില്ല. റെൻഡർ ഗൈഡൻസ് എന്ന് വെച്ചാൽ ഏതാണ്? അധ്യാപികയ്ക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. കുട്ടികൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനായിട്ട് സഹായിക്കുന്നു.
ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണ് ഗൈഡൻസും കൗൺസിലിംഗ് കൊടുക്കുന്നത്. നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർഗനിർദ്ദേശം കൊടുക്കുന്നത്. അവര് ചെയ്യണ ആക്ടിവിറ്റി ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ. യെസ്, അവരെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ആക്ടിവിറ്റീസും അവരുടെ നോളജും ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് കൂടുതലായിട്ട് ഗൈഡൻസ് സർവീസസുകൾ അധ്യാപകർ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ, മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, സോഷ്യൽ ബിഹേവിയർ ഇൻ ക്ലാസ് റൂം. എന്താണ്? ചലനാത്മകമായിട്ടുള്ള സാമൂഹ്യ പെരുമാറ്റങ്ങള് മനസ്സിലാക്കുന്നതിന് ഗ്രൂപ്പ് ഡൈനാമിക് ഇൻ സോഷ്യൽ ബിഹേവിയർ ഇൻ ക്ലാസ് റൂം, അല്ലെ, ക്ലാസ് റൂമിൽ ഒരു സോഷ്യൽ ബിഹേവിയർ കുട്ടികളുടെ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? അവിടെ കുറെ ഗ്രൂപ്പായിട്ട്, അല്ലെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് ടീച്ചർ അതിൽ നിന്ന് എന്താണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്? കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ നമ്മൾ ഡിസ്കഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്കഷൻ മെത്തേഡിന്റെ പ്രാധാന്യം എന്താണ് കുട്ടികൾക്ക്? അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കുന്ന എന്തിനാണ് കുട്ടികൾക്ക്? എല്ലാവരുടെയും പങ്കാളിത്തം അതിൽ വരാൻ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെയും കൂടെ ഒരിത് അതിൽ വരും ഗ്രൂപ്പ് ആവുമ്പോ. ഗ്രൂപ്പ് കൊടുക്കുന്നതിനാണ് അവർ സംഘ പ്രക്രിയ ഉൾപ്പെടുത്തുന്നത്. അവർക്ക് സോഷ്യൽ ബിഹേവിയർ കൂടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. അവർ പുറത്ത് എങ്ങനെ കൂടി മറ്റുള്ളവരോട് കൂടി സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ മാത്രമാണ് അവരിൽ എന്തുണ്ടാവുന്നത്? അവർ സോഷ്യബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ രൂപപ്പെടുന്നത്. അത് ക്ലാസ് റൂമിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് രൂപപ്പെടേണ്ടത്, അല്ലെ. ഓക്കെ, അപ്പൊ കുട്ടികളിൽ അത്തരത്തിലുള്ള സോഷ്യൽ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അധ്യാപകർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെ കൊടുക്കുന്നത് വഴി എന്താണ് അത്തരത്തിലൊരു സോഷ്യൽ ബിഹേവിയർ കുട്ടികളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, then to develop constructive and creative discipline. പിന്നെ എന്തൊക്കെ സഹായിക്കുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി? കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചടക്കം രൂപീകരിക്കുന്നതിലാണോ മിസ്? അച്ചടക്കം എങ്ങനെയുള്ള അച്ചടക്കമായിരിക്കണം? കൺസ്ട്രക്റ്റീവ്, അതായത് സൃഷ്ടിപരമായിട്ടും ക്രിയാത്മകരമായിട്ടുള്ള അച്ചടക്കം വികസിപ്പിക്കുന്നതിന്, സൃഷ്ടിപരവും ക്രിയാത്മകവുമായിട്ടുള്ള അച്ചടക്കം വികസിപ്പിക്കുന്നത്. ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും ക്ലാസ് റൂമിൽ, ഒരു സ്ട്രക്ചർ ഡിസിപ്ലിൻ ആയിരിക്കുമല്ലേ. അത്തരത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനായിട്ട് അധ്യാപകർക്ക് സഹായിക്കുന്നു. സൃഷ്ടിപരമായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിരിക്കും, ഒരു ഡിസിപ്ലിൻ, വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ, അല്ലെ. യെസ്, അച്ചടക്കം സൃഷ്ടിക്കുക എന്നുള്ളത് മീനിങ്, അല്ലെ. എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് റൂം? ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അല്ലെ. വെരി ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഒരു ക്ലാസ് റൂം. അത് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്ലാസ് റൂം കൊണ്ടുവരാനായിട്ട് അധ്യാപികയെ എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്ന ഒന്നാണ്. അതിലൂടെയുള്ള ആ പഠനത്തിലൂടെയാണ് അത്തരത്തിലെ ക്രിയേറ്റീവ് ഡിസിപ്ലിൻസ് കൊണ്ടുവരാനായിട്ട് അധ്യാപികയെ സഹായിക്കുന്നത്. പിന്നെന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ. അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ എന്താണ്? കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കും. കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിന് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. Then to help in measuring learning outcomes. To help in measuring learning outcomes. എന്താണ് learning outcomes? പഠനഫലങ്ങൾ അളക്കാനായിട്ട് സഹായിക്കുന്നു. എന്താണ് പഠനഫലങ്ങൾ? ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലേണിംഗ് ഔട്ട്കം എന്താണ്? എന്തോ? റിസൾട്ട്സ്, അക്കാദമിക് പെർഫോമൻസ്, കുട്ടികൾക്ക് കൊടുക്കുന്ന റിസൾട്ട്സുകൾ, അല്ലെ. യെസ്, അത് മെഷർ ചെയ്യാനായിട്ട് ഇപ്പൊ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെ, ഇപ്പൊ എക്സാമോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ എന്ത് കണ്ടക്ട് ചെയ്താലും കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ റിസൾട്ട് അളക്കാനായിട്ട്, മെഷർ ചെയ്യാനായിട്ട് അധ്യാപകർക്ക് സാധിക്കും. ഏത് ഗ്രേഡ് കൊടുക്കണം, ഏത് വാല്യുവേഷൻ മെത്തേഡോട് ഉപയോഗിക്കണം, എങ്ങനെ രീതിയിൽ അത് അസസ് ചെയ്യണം, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നൊക്കെ അധ്യാപകർക്ക് അതങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത് ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാനായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നു. ഓക്കെ,
പിന്നെ നോട്ട് ചെയ്താൽ മതി പഠന ഫലങ്ങൾ അളക്കാനായിട്ട് അധ്യാപികയെ സഹായിക്കുന്നതിന്. ഓക്കെ, ടു പ്രിപ്പയർ ടൈം ടേബിൾ അല്ലെ, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ടു പ്രിപ്പയർ ടൈം ടേബിൾ. Then to prepare textbooks and instructional materials. എന്താണ് to prepare textbook and instructional materials. ടെക്സ്റ്റ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസുകളും പ്രിപ്പയർ ചെയ്യുന്നതിന് അധ്യാപികയെ സഹായിക്കുന്നു. ഓക്കെ, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശ സാമഗ്രികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ ഡയറക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അധ്യാപികയെ സഹായിക്കുന്നു. പിന്നെന്താണ് ടു സെലക്ട് അപ്രോപ്രിയേറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അടുത്ത പോയിന്റ് എന്താണ്? ടു സെലക്ട് അപ്രോപ്രിയേറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. എന്താണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്? അനുയോജ്യമായിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങളാണ്? പാഠ്യപ്രവർത്തനങ്ങൾ അല്ലെ. കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പാഠ്യപ്രവർത്തനങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്താനായിട്ട് അധ്യാപികയെ സഹായിക്കുന്നു. അനുയോജ്യമായിട്ടുള്ള പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്നതിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിന് അധ്യാപികയെ സഹായിക്കുന്നു. ഏത് രീതിയിലുള്ള ആക്ടിവിറ്റി അവിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കണം, കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിന് അധ്യാപികയെ സഹായിക്കുന്നു. Then to know about himself. ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? To know about himself. എന്താണ് പിന്നെ എന്താണ് അവസാനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവരെന്താന്ന് മനസ്സിലാക്കി കൊടുക്കണം. തന്നെ കുറിച്ച് അധ്യാപികയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നല്ലൊരു അധ്യാപികയ്ക്ക് എങ്ങനെ ക്ലാസ് റൂം കൊണ്ടുപോകാം, തന്റെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, ഏത് രീതിയിലുള്ള മെത്തേഡിലൂടെ അവിടെ കൊണ്ടുവരാം എന്നുള്ളതൊക്കെ തന്നെ അറിയാനായിട്ട് അല്ലെ, പഠിക്കാൻ അധ്യാപികയെ തന്നെ അറിയാനായിട്ട് എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി അധ്യാപികയെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ ഇത്രയും കാര്യങ്ങൾ ഒരു അധ്യാപികയ്ക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ എന്താണ് അപ്പൊ തന്നെ എന്താണ് അധ്യാപികക്ക് താനൊരു നല്ലൊരു അധ്യാപികയാണെന്നുള്ളൊരു തോന്നല് അവിടെ ഉടലെടുക്കുകയാണ് അല്ലെ. തനിക്ക് ഇത്രത്തോളം ഒരു കപ്പാസിറ്റി ഉണ്ട്, തനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു നിഗമനത്തിലായിരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി ഓരോ അധ്യാപികയും കൊണ്ടെത്തിക്കുന്നത്. സ്വയം വിലയിരുത്താനായിട്ട് സഹായിക്കുന്നു. ടു നോ അബൌട്ട് ഹിംസെൽഫ്. തന്നെ കുറിച്ച് സ്വയം വിലയിരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇൻ ഷോർട്ട്, education psychology helps the teacher to become a better teacher and the learner to become a better learner. So education psychology അധ്യാപികയും അതുപോലെ തന്നെ കുട്ടിയെയും എന്താക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് അധ്യാപികനെ മികച്ച അധ്യാപികനാക്കുവാനും കുട്ടിയെ അല്ലെങ്കിൽ പഠിതാവിനെ മികച്ച പഠിതാവാക്കാനുമായിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നത്. ഓക്കെ, കണ്ടോ ലാസ്റ്റ് പോയിന്റ് കണ്ടോ? Education psychology helps the teacher to become a better teacher. ബെറ്റർ ടീച്ചർ ആക്കുന്നതിനും ഒരു ലേണറിനെ ബെറ്റർ ലേണർ ആക്കുന്നതിനുമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സഹായിക്കുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? റിലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടോ മിസ്സേ? ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത് പഠിക്കണം കേട്ടോ. എളുപ്പമല്ലേ അത്? എളുപ്പമാണത്. ഇനി മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയും കൂടെ ഉള്ളു നമുക്ക്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൂടിയല്ലേ എടുക്കാനുള്ള ഒരു ചാപ്റ്റർ അല്ലേ? നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? സൈൻ ഔട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. നല്ല ലെഫ്റ്റ് ആയിക്കോളൂ. എന്തോ മാം ഒരു മിനിറ്റ്. കേക്കുന്നില്ലേ? സൈൻ ഔട്ട് ഉണ്ട്.
ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു വിൽ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. സ്വയം വിശ്വസിക്കുക, നിങ്ങൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കും. സൈൻ ഔട്ട് ബൈ ജിഷാന. Thank you. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.